100 ഷെഡുണ്ട്. ഈ 100 കുടുംബക്കാർ എവിടെ പോയി ബാത്റൂമിന് പോകും? കക്കൂസിന് പോകണമെങ്കിൽ എവിടെ പോകും? ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ട്, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കുള്ള ഒരു വീട് കിടക്കാടം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവർ നമ്പർ 1 പറയട്ടെ, കേരളം നമ്പർ 1 എന്ന് പറയട്ടെ. അല്ലാതെ 40 കൊല്ലം കൊണ്ട് ഇടതും വലതും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ ഒരു വടക്കംഭാഗം ഡിവിഷനിൽ പുള്ളിക്കട കോളനിയാണ്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ 100 ഷെഡ് 26 കൊല്ലത്തിന് മുമ്പ് ഇവിടെ തീ കത്തിയായിരുന്നു, കുടുംബങ്ങൾ മൊത്തത്തിൽ. അന്നേരം ഒരു 100 ഷെഡ് താൽക്കാലികമായിട്ട് ഇവർ വീട് വെച്ച് തരുന്നതിന് വരെ ഒരു 6 മാസത്തെ കാലയളവിന് വേണ്ടി വെച്ച് തന്നെയാണ്. ഇതുവരെ ഈ വീട് തിരിച്ച് അവർ പണിഞ്ഞ് തന്നിട്ടുമില്ല. ആ താൽക്കാലിക ഷെഡിൽ തന്നെ എല്ലാ ജനങ്ങളും കിടന്ന് നരയിക്കുകയാണ്. ഒരു വീട്ടിന് പോലും ബാത്റൂം പണിഞ്ഞ് കൊടുത്തിട്ടില്ല ഇന്നേ വരെ. 26 കൊല്ലം കൊണ്ട് ഇത്രയും കുടുംബങ്ങൾക്കുള്ള ആ ബുദ്ധിമുട്ടുകൾ, ഇതിനെല്ലാം കാരണക്കാർ ഈ ഭരണകക്ഷികൾ തന്നെ. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. എന്നിട്ട് ഈ മേയറിൻ്റെ സ്വന്തം വാർഡായിട്ട് പോലും പെട്ടെന്നൊരു നടപടികൾ എടുക്കാനായിട്ട് ഇവർ ഇന്ന് ചെയ്തു തരും, നാളെ ചെയ്തു തരുന്നു. ജനങ്ങളെല്ലാം അങ്ങനെ ഇവരെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ ടൈം ആകുമ്പം വരും, ഞങ്ങൾ ചെയ്തു തരാം, അത് ചെയ്തു തരാം, ഇത് തരാം. ഉത്സവം കണക്കെ ഇവിടെ എല്ലാത്തിനും ചിലവ് ചെയ്യും. പറഞ്ഞ് മനസ്സിലായില്ലേ? പാർട്ടിക്കാരെ കുറേ കൊണ്ടുവരുന്നു, എല്ലാം നിരത്തി ഈ വാർഡ് കയ്യിലാക്കുക, അല്ലെങ്കിൽ ഇലക്ഷനിൽ ജയിക്കുക, ആ ഒരു ലക്ഷ്യം. അല്ലാതെ ഇവിടെ ആർക്കും ഒന്നും ശൗചാലയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് പോലും ചെയ്തു കൊടുത്തിട്ടില്ല. 100 ഷെഡ് ഇപ്പം നിങ്ങൾ എടുത്ത ഷെഡുകളെല്ലാം ജനങ്ങൾ കിടന്ന് അരയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവർ പറയുന്ന ഇവിടെ കേരളം മാലിന്യമുക്തമാണ്, നമ്പർ 1 ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇന്ന് മുഖ്യമന്ത്രി ഇന്നൊരു വകുപ്പിൽ പ്രഖ്യാപനത്തിന് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ജനങ്ങൾ ഇവിടെ പുഴുക്കളായിട്ട് കിടക്കുന്ന ജനങ്ങളെ കുറച്ച് തിരിഞ്ഞു നോക്കട്ടെ. കൊല്ലം കോർപ്പറേഷനിൽ ടൗൺ ഏരിയയിൽ കിടക്കുകയില്ലേ? ഞങ്ങളെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഞങ്ങളുടെ അവസ്ഥകൾ ഇതാ. ഈ വീടുകൾ, ഈ 10 വീടുകളൊന്ന് നിങ്ങൾ നോക്ക്, ജസ്റ്റ് ഒന്ന്. ഞങ്ങൾ 5ഉം 6ഉം പേര് ഒരു വീട്ടിൽ തിക്കി നിറയുകയാണ്. ഏതെങ്കിലും ഒരു നേതാവ് ഒരു ദിവസം വന്ന് ഇവിടെ കിടന്നു നോക്കട്ടെ. ഇവിടെ ഭരിച്ചവർ, ഇത്രയും കാലം ഭരിച്ചവരെ സത്യം പറഞ്ഞാൽ ഇവരെ ഭാഗത്തൊക്കെ കേസ് എടുക്കേണ്ടതാണ്. കാര്യം ഈ മാലിന്യം, ഈ കക്കൂസൊക്കെ ഓരോരുത്തർ ഈ ഓടയ്ക്കകത്താണ് വിടുന്നത്. ഇതിന് കാരണക്കാരാരാ? ഈ ഭരണകക്ഷികളാണ്. അവർ ഒരു കക്കൂസം എന്തെങ്കിലും പണിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഓടയ്ക്കകത്താക്കുമോ? ജനങ്ങൾ വിടുവോ? ഈ ലൈനൊക്കെ വിടുവോ? കായലിലോട്ടാണ് പോകുന്നത് മാലിന്യങ്ങൾ. എങ്ങനെ നോക്കിയാലും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. ഈ ഇത്രയും ബുദ്ധിമുട്ടുള്ള കോളനിക്കകത്ത് ഞങ്ങളെ ഇട്ടിട്ട് ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ല, വിഷമമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ചവെള്ളത്തിൽ എന്ത് ചെയ്യുന്ന കണക്കാണ്. ഏത്